മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയിൽ കേന്ദ്ര മുഷാവറ അംഗം ഉമർ ഫൈസി മുഖത്തിനെതിരെ പടയൊരുക്കം. ഉമർ ഫൈസി സമസ്ത മുഷവറയിൽ നിന്ന് പുറത്താക്കണമെന്ന സുന്നി നേതാക്കൾ സംയുക്ത പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വഖഫ് ബോർഡിൽ 2 RSSകാരെ നിയമിക്കാമെന്ന് UDF സർക്കാർ കോടതിയിൽ പറഞ്ഞെന്ന് CPIM വേദിയിൽ പച്ചക്കള്ളം പ്രസംഗിച്ച ഉമർ ഫൈസി സമസ്തയെ അപമാനിതനാക്കി എന്നതാണ് ഇവർ പ്രമേയത്തിൽ ആരോപിക്കുന്നത്. റിയാസ് KMR ചേരുന്നു വിവരങ്ങളുമായി. റിയാസ്, ഏതായാലും ഉമർ ഫൈസിക്കെതിരെ ഇപ്പോൾ എന്തായാലും സമസ്തയിൽ ഒരു പടയൊരുക്കം നടക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് CPIM ഈ വഖഫ് ഇതുമായി ബന്ധപ്പെട്ട് നിയമവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ UDF സർക്കാരിന്റെ വഖഫ് നയവുമായി ബന്ധപ്പെട്ടും അതിനെതിരെയൊക്കെ ഒരു പരിപാടി മലപ്പുറത്ത് സംഘടിപ്പിച്ചിരുന്നത്. അതിൽ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗവും സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ള ഉമർ ഫൈസി മുക്കം ആണ് മുഖ്യപ്രഭാഷകനായിരുന്നത്. ആ പരിപാടിയിൽ ഉമർ ഫൈസി മുക്കം പറഞ്ഞത് 2 RSSകാരെ നിയമിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നു എന്ന തരത്തിൽ ആരോപണം, രാഷ്ട്രീയ ആരോപണം, ഒരു സമസ്തയിലെ ഒരു പണ്ഡിതന്റെ ഭാഗത്ത് നിന്ന് അതും ഒരു രാഷ്ട്രീയ വേദിയിൽ വെച്ച് രാഷ്ട്രീയ ആരോപണം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെ കോൺഗ്രസിന്റെ MLA, പൊന്നാനി MLA ആയിട്ടുള്ള KP നൌഷാദ് അലി പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമസ്തയിൽ നിന്ന് തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഇക്കാര്യത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട്, കാരണം സമസ്ത നേതാക്കൾ പൊതുവെ സമസ്തയുടെ നിലപാട് രാഷ്ട്രീയ വേദികളിൽ പറയാറുണ്ടെങ്കിലും ഈ രാഷ്ട്രീയ വേദിയിൽ പോയി രാഷ്ട്രീയപരമായി സംസാരിക്കുന്നത് വളരെ വിരളമാണ്, അത്യപൂർവമാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അവിടെയാണ് ഉമർ ഫൈസി മുക്കം ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. കൂടാതെ ഈ സഖാവ് ഉമർ ഫൈസിയെയും KS ഹംസ, നിലവിലെ വഖഫ് ബോർഡിന്റെ ചെയർമാനായിട്ടുള്ള KS ഹംസയും പുറത്താക്കാനാണ് പുതിയ സർക്കാരിലെ ചിലർക്ക് നീക്കം എന്നുകൂടി അദ്ദേഹം തന്നെ എടുത്തു പറയുകയാണ്. താൻ സഖാവ് ഉമർ ഫൈസിയാണ് എന്ന തരത്തിൽ അദ്ദേഹം തന്നെ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ പ്രമേയവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സമസ്ത എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ മുസ്ലിം സംഘടനകളിലെ പണ്ഡിത സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിന്റെ അമരത്തിരിക്കുന്ന ഏറ്റവും ഉന്നതമായ പദവികളിലൊന്നാണ് ഈ മുഷാവറ എന്ന് പറയുന്നത്. അതിന്റെ ഉന്നതാധികാര സമിതിയാണ്. അതിലെ കേന്ദ്ര മുഷാവറ അംഗമാണ്. മാത്രമല്ല സമസ്തയുടെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം, സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയാണ്. അങ്ങനെയുള്ള ഈ ഉമർ ഫൈസി മുക്കത്തെ സമസ്തയുടെ കേന്ദ്ര മുഷാവറയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ഈ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അതിൽ SKSSFന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് കുടുംബാംഗം ഒക്കെ ആയിട്ടുള്ള ഹമീദ് അലി ശിഹാബ് തങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ സുന്നി മഹല്ല് ഫെഡറേഷന്റെ നേതാക്കളായിട്ടുള്ള ഷാഫി ഹാജി, അബ്ദുസമദ് പൂക്കോട്ടൂർ, അബ്ദുറഹ്മാൻ കല്ലായി ഉണ്ട്. ഒപ്പം തന്നെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ നേതാക്കളായിട്ടുള്ള MC മായിൻ ഹാജി, പുത്തനഴി മൊയ്തീൻ ഫൈസി ഉണ്ട്. ഒപ്പം കൂടാതെ ഈ നാസർ ഫൈസി കൂടത്തായി, സുന്നി യുവജന സംഘത്തിന്റെ നേതാക്കളായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി, ഓണംപള്ളി മുഹമ്മദ് ഫൈസി, അബൂബക്കർ ബാക്കവി, മലയമ്മ തുടങ്ങിയ നേതാക്കളുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം നേതാക്കൾ ആണ് ഇതിൽ, അതായത് സമസ്തയുടെ പോഷക സംഘടനകളുടെ നേതാക്കൾ, നേതൃപദവിയിലിരിക്കുന്നവരാണ് ഇപ്പോൾ ഉമർ ഫൈസി മുക്കത്തിനെതിരെ വന്നിരിക്കുന്നത്. അവർ കൃത്യമായി തന്നെ ഈ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വഖഫ് ബോർഡ് പുനഃസംഘടനാ വിഷയത്തിൽ കളവും തെറ്റിദ്ധാരണകളും നിരന്തരമായി പ്രചരിപ്പിക്കുകയാണ് CPIM-ഉം ബോർഡിലേക്ക് ഇടത് സർക്കാർ നോമിനേറ്റ് ചെയ്ത ചെയർമാൻ KS ഹംസയും അംഗം ഉമർ ഫൈസി മുക്കവും ചെയ്യുന്നത്. ബോർഡിലെ ഒഴിവിലേക്ക് 2 RSSകാരെ നിയമിക്കാമെന്ന് UDF സർക്കാർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന പച്ചക്കള്ളം CPIM വേദിയിൽ പ്രസംഗിക്കുക വഴി കേരള മുസ്ലിങ്ങളുടെ മുഖ്യധാര പണ്ഡിത സംഘടനയായ സമസ്തയെ പൊതുസമൂഹത്തിൽ അപമാനിതനാക്കിയ മുക്കം ഉമർ ഫൈസിയെ സമസ്ത മുഷാവറയിൽ നിന്ന് നീക്കം ചെയ്യണം. സമസ്തയിലെ പദവികൾ ഭൗതിക രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ഇത്തരം വ്യക്തികൾക്കെതിരെ തുറന്ന ക്യാമ്പയിൻ അനിവാര്യമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രമേയം അവർ പാസാക്കിയിരിക്കുന്നത്. ശക്തമായൊരു പ്രമേയമാണ്. സ്വാഭാവികമായും അടുത്ത മുഷാവറ യോഗം ചേരാനിരിക്കുകയാണ്. പുതിയ മുഷാവറ അംഗങ്ങളെ, നിലവിൽ കേന്ദ്ര മുഷാവറയിൽ 6 അംഗങ്ങളുടെ ഒഴിവുണ്ട്. ഒപ്പം തന്നെ സമസ്തയുടെ പുതിയ ജനറൽ സെക്രട്ടറി കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനായുള്ള മുഷാവറ യോഗം ചേരുമ്പോൾ ഒരുപക്ഷെ ഈ കാര്യം കൂടി പരിഗണിക്കണമെന്ന ആവശ്യവും മുഷാവറയിൽ ഉയർന്നു വരാം. കാരണം പ്രത്യേകിച്ച് പോഷക സംഘടന ഭാരവാഹിത്വത്തിലിരിക്കുന്ന നേതാക്കളാണ് ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഇത്തരത്തിലൊരു പ്രമേയം പാസാക്കിയിരിക്കുന്നത്. ശരി, റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.